Hello മക്കളെ, ഇതാടെ ഒരു assertion reason question നോക്കിക്കേ. Assertion എന്താണ് പറയുന്നത്? The prickly pear cactus introduced into Australia in early 1920s caused havoc by spreading rapidly into millions of hectares of rangelands. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ പ്രിക്ലി പിയർ കാക്ടസ് ഒരു എന്താ പറയുക 1920s ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഓസ്ട്രേലിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്ത് ഒരു റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മില്യൺസ് ഓഫ് ഹെക്ടേഴ്സിൽ സ്പ്രെഡ് ആവുക എന്നാണ് ചെയ്തതെന്ന് പറഞ്ഞത് അല്ലേ. ഇനി എന്തുകൊണ്ടാണ് ഈ സ്പ്രെഡ് ആവുന്നത്? ഇപ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഒരു സ്ഥലത്തോട് ചെന്നു എന്ന് വിചാരിക്കാം. ആ സ്പീഷീസിന് അവിടെ നാച്ചുറൽ ആയിട്ടൊരു കോമ്പറ്റീറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രിഡേറ്റർ ഉണ്ടോ? ഇല്ല. അവർക്ക് നാച്ചുറൽ ആയിട്ടൊരു പ്രിഡേറ്റർ ഇല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? അവർ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയും ചെയ്യും. അവരുടെ പ്രിഡേറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കാൻ ആളില്ല, അല്ലെങ്കിൽ പിടിച്ച് കഴിക്കാൻ ആളില്ല അല്ലെ. അപ്പൊ അവരുടെ നാച്ചുറൽ ഡെത്ത് വരെ അവർ എന്ത് ചെയ്യും, വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് എന്താണ് കാരണമാകുന്നത്? അപ്പം നാച്ചുറൽ ഡെത്ത് വരെ അവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവർ മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് വരും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ അസേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസേഷൻ കറക്റ്റ് അല്ലേ മക്കളെ? നമ്മുടെ അസേഷൻ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ റീസൺ എന്താന്ന് നോക്കിയും മക്കളെ, when certain exotic species are introduced into a geographical area, they become invasive and start spreading first because their invaded land does not have the natural predators. നമ്മുടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ അല്ലെ. അവരെ എങ്ങോട്ടാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ റീജിയനിൽ ഇവർക്ക് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രിഡേറ്റേഴ്സ് ഉണ്ടോ? ഇല്ല. നാച്ചുറൽ ആയിട്ടുള്ള പ്രിഡേറ്റേഴ്സ് ഇല്ലാത്ത പക്ഷം അവർ അവരുടെ നാച്ചുറൽ ഡെത്തിലേക്ക് എത്തണം. അല്ലാതെ ആ ഒരു സ്പീഷീസ് കൺട്രോൾ ചെയ്യാനുള്ള പ്രിഡേറ്റേഴ്സ് ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആ ഒരു മാസീവ് ആയിട്ടുള്ള ഇൻക്രീസ് വരുന്നത്. അപ്പൊ നമ്മുടെ റീസണും കറക്റ്റ് അല്ലേ മക്കളെ? റീസണും കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ റീസൺ കറക്റ്റ് ആയിട്ട് നമ്മുടെ അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക മക്കളെ? ആൻസർ ഓപ്ഷൻ എ അല്ലേടാ വരുന്നത്. അസേഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് assertion. So I hope you all understood this. Okay, bye.